സുഹൃത്തുക്കളെ, ഈ കാണുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കൊല്ലത്ത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ അവിടെ ദർസിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ചേർത്താൻ പോവുകയും അവിടെ ചേർത്തില്ല. അപ്പോൾ അതോടുകൂടി അത് പ്രശ്നമായി. മുസ്ലിങ്ങളെ ചേർത്തില്ല സ്കൂളിൽ, അങ്ങനത്തെ ഒരു ടീച്ചർ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളാണ് അവിടെ മൊത്തത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ സത്യാവസ്ഥ എന്താണെന്ന് നോക്കിയപ്പോൾ ഇവർ ദർസിൽ പഠിക്കുന്ന അതേ വേഷത്തോടു കൂടി വരികയും അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഫുൾ ടൈം ഇരിക്കൂല, ദർസിലേ ഇരിക്കുള്ളൂ, പരീക്ഷ എഴുതാൻ വേണ്ടി വരാം, അങ്ങനെയൊക്കെയാണ് ഇവരുടെ കുറേ റൂളൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത്. ടീച്ചറെ സംബന്ധിച്ചോളം ഗവൺമെൻറ് സ്കൂളിൽ എന്താണോ നിയമം അത് മാത്രം അവിടെ പാലിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പ്രിയ മുസ്ലിം സഹോദരന്മാരോട് എല്ലാവരോടും പറയുന്നത്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം 100% വേണം. നല്ല ജോലി കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ, കോളേജ് അടക്കം. ഇന്ന് പല സ്ഥലത്തിലും മുസ്ലിങ്ങളെ കാണാതിരിക്കുന്നതിൻ്റെ കാരണം തന്നെ മുസ്ലിങ്ങൾ കൂടുതലും പഠിച്ച് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. എല്ലാം സ്വന്തമായിട്ട് ബിസിനസ്, സ്വന്തമായിട്ട് കച്ചവടം, ആരും ഉദ്യോഗസ്ഥന്മാരല്ല. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ 5 നേരം നിസ്കരിക്കുന്ന ആളാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ മുസ്ലിം മാനേജ്മെൻറ്റിൽ കൊണ്ട് ചേർത്തുക. അത് ചേർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റുള്ള മാനേജ്മെൻറ്റിലാണെങ്കിൽ അവരുടെ നിയമം എന്താണോ അത് പാലിക്കുക. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും നമ്മുടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കരുത്. ഉദാഹരണത്തിന് എൻ്റെ ചെറിയ മോൻ പഠിക്കുന്നത് ഒരു മുസ്ലിം സ്കൂളിലാണ്. പക്ഷേ എല്ലാവരും അവിടെ ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതായത് വാങ്ങുകൊടുത്ത് നിസ്കരിക്കാൻ പോകണമെങ്കിൽ നിസ്കരിക്കാം, പ്രശ്നമൊന്നുമില്ല. അവിടെ നിസ്കരിക്കാനുള്ള റൂമുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് നിസ്കരിക്കാൻ ബസ്സിൽ തന്നെ കൊണ്ടുപോകും. അതായത് മുസ്ലിം ആയ കുട്ടികൾക്ക്, മറ്റുള്ള മതക്കാർക്ക് അവരുടെ ഇഷ്ടത്തിൽ പോകാം. ആ മാനേജ്മെൻറ്റ് അങ്ങനെയാണ്. എൻ്റെ വലിയ മോൻ പഠിക്കുന്നത് കോളേജിലാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് അറിയോ? മീറ്റിങ്ങിന് പോയപ്പോൾ പല ആളുകളും പല ആവശ്യം പറഞ്ഞപ്പോൾ ഒരു താത്ത നീച്ച് പറയണം, എൻ്റെ മോനിക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ പള്ളിക്ക് പോകണം, നിങ്ങൾ വിട്ടേ പറ്റുള്ളൂ പറഞ്ഞു. ഭയങ്കര ബഹളമാകാൻ തുടങ്ങി. അപ്പം ഞാൻ എണീച്ചിട്ട് പറഞ്ഞ്, താത്ത അവിടെ ഇരിക്കും പറഞ്ഞു, നിങ്ങൾക്ക് നിസ്കരിക്കാൻ കുട്ടികളെ പറഞ്ഞയച്ചോണം പറഞ്ഞ് നിങ്ങൾ മാനേജ്മെൻറ്റ് ഉള്ളിൽ പോയിട്ട് സംസാരിക്കുക, അവിടെ നിന്ന് അവസാനിച്ചു, ഇവിടെ നിങ്ങൾ പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ 5 നിസ്കരിക്കുന്ന ആളൊക്കെ തന്നെയാണ്. വെള്ളിയാഴ്ച അവന് നിസ്കരിക്കാൻ പോകാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ കോളേജിൽ എന്താണോ അത് നിയമങ്ങൾ പ്രകാരം പോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പെണ്ണ് അവിടെ നിന്ന് പറയണം, അങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ മതപ്രകാരം ഞങ്ങളുടെ അവിടേക്ക് പോകേണ്ട പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എൻ്റെ മോനോട്, നിനക്ക് ആ സമയത്ത് വെള്ളിയാഴ്ച പോകാൻ പറ്റില്ലെങ്കിൽ നീ വേറൊരു ടൈമിൽ 2 റക്അത്ത് നിസ്കരിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. കാരണം വേറെ വഴിയില്ല. നമ്മൾ ഇവരുടെ മാനേജ്മെൻറ്റിൽ പഠിക്കണമെങ്കിൽ അവരുടെ നിയമങ്ങൾ എന്താണാവോ അതിൽ മാത്രം പോവുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വിദ്യാഭ്യാസം എടുത്തിട്ട് ജീവിതത്തിൽ ജയിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥനയുമായിട്ട് പോകുക, ഒരു പ്രശ്നവുമില്ല. പക്ഷേ വിദ്യാഭ്യാസം എടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ പരാജയമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക. എന്തുകൊണ്ട് ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മദ്രസയിൽ പഠിച്ച് നല്ല രീതിയിൽ ഉസ്താദായിട്ട് നിൽക്കുന്ന നല്ലൊരു മനുഷ്യൻ, നല്ല കണ്ടതർ അത്രയും അടിപൊളി മനുഷ്യൻ, വളരെ ഭംഗിയുള്ള ഒരു മനുഷ്യൻ, നല്ല ജിമ്മൊക്കെ ആയുള്ള ഒരു മനുഷ്യൻ ദുബായിൽ ഒരു ഗ്രോസറിയിൽ ഞാൻ ഒരു സാധനം വാങ്ങാൻ നിൽക്കുമ്പോൾ അയാളുടെ രഹസ്യമായി സംസാരിക്കുന്നു. ഞാൻ പോയി നിന്നപ്പോൾ എന്നെ നോക്കിയിട്ട് പിന്നെ എന്നോട് ചോദിക്കുക ഒരു സഹായം. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ഈ ഇസ്ലാമപരമായിട്ട് ജീവിച്ച ആളായിരിക്കാം, ദർസിലൊക്കെ പഠിച്ച ആളായിരിക്കും. പക്ഷേ ജോലി ഇല്ലാത്തതുകൊണ്ട്, കൃത്യമായി ജോലി ഇല്ലാത്തതുകൊണ്ട് മക്കളെ കെട്ടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനൊക്കെ മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് ആകരുത് പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ എല്ലാ സ്ഥലത്തിലും തീർച്ചയായിട്ടും വിജയങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം. അതിന് നമ്മൾ വിദ്യാഭ്യാസം എടുക്കണം, കോളേജിൽ പഠിക്കുന്നത് നിർബന്ധമാക്കണം. അല്ലാതെ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് മാനേജ്മെൻറ്റിൻ്റെ റൂൾസ് പ്രകാരം പോയില്ലെങ്കിൽ നിങ്ങളെ പല സ്ഥലത്തിലും ഇവർ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റൊക്കെ അവർ ഇല്ലായ്മ ചെയ്യും. അപ്പോൾ ചിന്തിക്കുക, ഏത് മാനേജ്മെൻറ്റ് ആണോ അവിടെ എന്താണോ ആ റൂൾ കംപ്ലീറ്റ് ആവോ, കോളേജ് ആയാലും സ്കൂളായാലും അവിടെ പോയി ചോദിച്ച് മനസ്സിലാക്കുക. അതെന്താണോ അത് പാലിച്ചിട്ട് മുന്നോട്ട് പോകുക. അല്ലാതെ ഒരു പക്ഷം വേറെ ഒരു വാക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത് ഏത് മാനേജ്മെൻറ്റിലായാലും ശരി, ഏത് മതക്കാരുടെ മാനേജ്മെൻറ്റായാലും ശരി, വിഷയമല്ല. അവരുടെ നിയമം എന്താണോ ആ സ്കൂളത്തെ അത് പാലിക്കുകയാണെങ്കിൽ പോയി സ്കൂളിൽ ചേരുക, അല്ലെങ്കിൽ ചേരാതിരിക്കുക. നമ്മുടെ കുറേ കാര്യങ്ങൾ അവിടെ കൊണ്ടുപോകരുത്. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ കമൻറ്റിൽ പറയുക.